നമസ്തേ. ഒരു നൂറ്റാണ്ടും ഒരു വ്യാഴവട്ടവും പൂർത്തിയാക്കിയ ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 113ാമത് സമ്മേളനത്തിന് സമാപനം. ഫെബ്രുവരി 9 വൈകിട്ട് 5:30 നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സമാപന സഭ ഉദ്ഘാടനം ചെയ്തു. ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 113ാമത് സമ്മേളനത്തിന് സമാപനം കുറിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 സമാപന സഭ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങൾ ഇന്ന് കേരള സമൂഹത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞുവെന്നും എന്നാൽ സാർവത്രിക വിദ്യാഭ്യാസം രാജ്യം മുഴുവൻ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു. ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജർമ്മനിയിലെ യോഗവിദ്യാശ്രമം മഠാധിപതി സ്വാമി സുഖദേവ് ജി ബ്രൈറ്റ്സ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, മാർഗദർശക് മണ്ഡലം സംസ്ഥാന കാര്യദർശി സ്വാമി സൽസ്വരൂപാനന്ദ സരസ്വതി, ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K ജയവർമ്മ, ഹിന്ദുമത മഹാമണ്ഡലം ട്രഷറർ TK സോമനാഥൻ നായർ, ആനന്ദ് രാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പ്രത്യേകിച്ച് സർസംഘചാലക് മോഹൻ ഭഗവത്ജിയുടെ സന്ദർശനവും പങ്കാളിത്തവും ഉത്ബോധനവും യുവാക്കളെയൊക്കെ വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ കൊല്ലം പ്രത്യേകമായിട്ട് ഈ 113ാം സമ്മേളനത്തോടനുബന്ധിച്ച് 1,00,000 വൃക്ഷത്തൈകൾ നടുക എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ കുംഭമേള നടക്കുന്ന സമ്മേളനം അതിൻ്റെ പ്രാധാന്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പമ്പ ആരതി നമ്മൾ കഴിഞ്ഞ സമ്മേളനത്തിൽ നടത്തുകയുണ്ടായി. ഈ കൊല്ലം പമ്പ ആരതിയോടനുബന്ധിച്ച് തന്നെ ഒരു കുംഭമേള പോലെ നമ്മുടെ പുണ്യനദിയായ പമ്പയിൽ സ്നാനം ചെയ്യുക ഈ പുണ്യതിഥിയിൽ എന്നുള്ള ഒരു തീരുമാനങ്ങളോട് എടുത്ത് ഇന്ന് വൈകിട്ട് 6 മണിക്ക് പമ്പ ആരതിയും ഈ തീർത്ഥ സ്നാനവും നടക്കുന്ന ഒരു പ്രത്യേക പരിപാടി കൂടെ ഇപ്രാവശ്യം നടക്കുന്നുള്ളത് വളരെ സന്തോഷകരമാണ്, ചാരിതാർത്ഥ്യകരമാണ്. ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് 113ാമത് വർഷം അതിൻ്റെ പരിഷത്ത് ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് നാം എല്ലാം ഇവിടെ കൂടിയിട്ടുള്ളത്. വളരെ ഗംഭീരമായ പരിപാടികളോടാണ് ഫെബ്രുവരി 2 മുതൽ 9 വരെ ഇത് നടത്തപ്പെടുന്നത്. നടന്നിട്ടുള്ള മുഴുവൻ പരിഷത്തുകളും വളരെ ഗംഭീരമായി നടത്തുവാൻ സാധിച്ചു. വളരെ ഉന്നത വിജയത്തിലാണ് നാം അതിനെ കണ്ടിട്ടുള്ളത്. വരുന്ന പരിഷത്തുകളും ഓരോ ദിവസത്തെ പരിഷത്തുകളും ഒന്നിനൊന്ന് മെച്ചമായി ജനസംഖ്യയുടെ എണ്ണത്തിൽ കൂടി വളരെ ഗംഭീരമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രാധാന്യം RSSന്റെ മുഖ്യൻ ഡോക്ടർ മോഹൻ ഭഗവത്ജി ഹിന്ദു ഏകതാ സമ്മേളനം വിളിക്കപ്പെട്ടു എന്നുള്ളതാണ്. ചട്ടമ്പി സ്വാമിയുടെ സ്മൃതിമണ്ഡപം തൊട്ട് മുത്തുകുട, അതിന് സമീപം കരിക്കിൻകുല, കുലവാഴ, പിന്നെ കുരുത്തോല എന്നിവ കൊണ്ടുള്ള അലങ്കാരം ഒരുക്കുവാനും അവിടെ നിറപറ വെക്കുവാനും സ്വീകരണ കമ്മിറ്റിക്ക് സാധിച്ചു. എന്തുകൊണ്ടും യുവതലമുറയ്ക്ക് അഭിമാനകരമായ ഒരു സമ്മേളനമായി ഇത് മാറി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്ര ഗംഭീരമായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഹിന്ദുവിൻ്റെ അനാചാരങ്ങൾക്കും ഒക്കെ എതിരായിട്ട് പ്രചരണം കൊടുത്തുകൊണ്ട് വൻതോതിൽ തന്നെ പ്രചരിച്ച് വരുന്ന ഈ പ്രസ്ഥാനം നാൾക്ക് നാൾ വലിയ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു. കഴിഞ്ഞ 113 വർഷമായിട്ട് തുടർന്നു വരികയാണിത്. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള എല്ലാ സന്യാസ ആശ്രമങ്ങളിലെ മഠാധിപതികളും സന്യാസി ശ്രേഷ്ഠന്മാരും ആചാര്യന്മാരും മഹത്തുക്കളും ഈ ചെറുകോൽപ്പുഴയിലെ മണപ്പുറത്ത് വന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരകൾ നടത്തുകയുണ്ടായി. അത് അഭംഗുരം തുടർന്നു വരികയാണ്.